ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലത്തെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിലത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് നമുക്ക് റെഡീമബിൾ ഡെപ്റ്റ് വന്നാൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മെച്യൂരിറ്റി വാല്യൂ എത്രയാണ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, നെറ്റ് പ്രൊസീഡ്സ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് രണ്ടും കറക്റ്റ് ആയാൽ നമുക്കത് ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ 5-6 പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്തു. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ദിവസത്തിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് നമുക്കൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ കമ്പനി ഇഷ്യൂസ് 5,000 12% ഓഫ് ₹100 each at a discount of ₹5%. ഒരു കമ്പനി ഇഷ്യൂ ചെയ്തേക്കുന്നു 5,000 12% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 each. 5,000 നമ്പറും തന്നിട്ടുണ്ട്, അതിൻ്റെ ഫേസ് വാല്യൂം തന്നിട്ടുണ്ട്. 12% ആണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇഷ്യൂ ചെയ്തേക്കുന്നത് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5% ആണ്. ഇഷ്യൂ ചെയ്തേക്കുന്നത് ഡിസ്കൗണ്ടിലാണ്. ദ കമ്മീഷൻ പേയബിൾ ടു അണ്ടർറൈറ്റേഴ്സ് ഈസ് ₹25,000. അണ്ടർറൈറ്റേഴ്സിന് കമ്മീഷൻ, അണ്ടർറൈറ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഡിബഞ്ചേഴ്സൊക്കെ ഇഷ്യൂ ചെയ്യാൻ നമുക്കൊരു ആൾ ഗ്യാരണ്ടി തരും. അതാണ് അണ്ടർറൈറ്റേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് കൊടുക്കുന്ന കമ്മീഷൻ അത് നമ്മുടെ എന്തിനാണ്, നമ്മൾ കമ്മീഷനും ബ്രോക്കറേജും ഒക്കെ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫ്ലോട്ടേഷൻ കോസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എത്ര വന്നിട്ടുണ്ട്? 25,000 വന്നിട്ടുണ്ട്. ടാക്സ് റേറ്റ് 50% ആണ്. ദ ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ ആഫ്റ്റർ 5 years. നമ്മൾ 5 year കഴിയുമ്പോൾ റെഡീം ചെയ്യുന്നുണ്ട്. റിഡംഷനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് തന്നെയായിരിക്കും? പാർലായിരിക്കും നമ്മൾ റിഡംഷൻ നടത്തുന്നതായിട്ട് വരിക. ഫൈൻഡ് കെ ഡി കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഫ്ലോട്ടേഷൻ കോസ്റ്റ് വന്നിട്ടുണ്ട്, റിഡംഷനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ടാക്സ് റേറ്റ് തന്നതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കണം. ഇക്വേഷൻ എഴുതാം. കെ ഡി ഇസ് ഈക്വൽ ടു I ഇൻറ്റു 1 - T പ്ലസ് 1/n ഇൻറ്റു MV മൈനസ് NP ഹോൾ ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു MV പ്ലസ് NP ഹോൾ ഇൻറ്റു 100. അതിലെ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് ഇൻട്രസ്റ്റ് എത്ര? ഫേസ് വാല്യൂൻ്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. ഫേസ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമ്പറും തന്നിട്ടുണ്ട്, പെർ റുപ്പീസ് ഷെയറും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിബഞ്ചറിനെ പെർ ഡിബഞ്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്പറിനെ പെർ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 5,000 ഇൻറ്റു 100. എന്നിട്ട് അതിൻ്റെ മുകളിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ്? 12%. നമ്മൾ ഇന്നലെ ചെയ്തതുപോലെ തരണം, അതുപോലെ തന്നെ ചെയ്യുക. 5,000 ഇൻറ്റു 100 ഇൻറ്റു ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 12% ആണ്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് എത്ര കിട്ടും? 60,000 കിട്ടി. അപ്പോൾ I is equal to 60,000. നമ്പർ ഓഫ് ഷെയർസ് തന്നിട്ടില്ലെങ്കിൽ മാത്രം പെർ ഡിബഞ്ചറിൻ്റെ മുകളിൽ കാണാം. നമ്മൾ ഇന്നലെ 100ൻ്റെ മുകളിലൊക്കെ കണ്ടിരുന്നു. അതെന്തുകൊണ്ടാണ്? അവിടെ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് തന്നിട്ടില്ല. ഇവിടെ നമ്പറും തന്നിട്ടുണ്ട്, പെർ ഡിബഞ്ചറിൻ്റെ വാല്യൂം തന്നിട്ടുണ്ട്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വേണം നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ചില ക്വസ്റ്റ്യനിൽ എന്ത് തരും? ഒരു ഡിബഞ്ചറിൻ്റെ റുപ്പീസ് തരും. ചില ക്വസ്റ്റ്യനിൽ ഇതുപോലെ നമ്പറും തരും, പെർ ഡിവിഡൻറ്റും തരും. ദെൻ ചില ക്വസ്റ്റ്യനിൽ ടോട്ടൽ ഇൻ റുപ്പീസ് ആണ് തരും. നമ്പർ പെർ ഡിവിഡൻറ്റിൻ്റെ കാശൊന്നും തരില്ല, ടോട്ടൽ തരും. ഈ 3 കേസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ആദ്യം എന്ത് വരും? ചിലപ്പോൾ നമുക്ക് നമ്പർ ഒന്നും തരില്ല, ആകെ ഒരു ഡിബഞ്ചറിന് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ അതിൻ്റെ മുകളിൽ പെർസെൻറ്റേജ് കണ്ടാൽ മതി. ചിലതിൽ നമ്പറും ഒരു പെർ ഡിബഞ്ചറിൻ്റെ എമൗണ്ടും തരില്ല, ടോട്ടൽ ഇത്ര രൂപ വിലയുള്ള ഡിബഞ്ചർ ഉണ്ട് എന്ന് പറയും. അപ്പോൾ നേരിട്ടിട്ട് അതിൻ്റെ മുകളിൽ പെർസെൻറ്റേജ് കാണാം. ചില ക്വസ്റ്റ്യനിലെ നമ്പറും തരും, പെർ ഡിബഞ്ചറും തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് കണ്ടാൽ മതി. ഓക്കെ, അത് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത് N എത്രയാണ്? 5 years ആണ്. റെഡീംഡ് ആഫ്റ്റർ 5 years എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ N is equal to 5. മെച്യൂരിറ്റി വാല്യൂ, മെച്യൂരിറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ വാല്യൂവിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും എടുക്കണം? ഫേസ് വാല്യൂ തന്നെ എടുക്കണം. ഫേസ് വാല്യൂ എത്രയാണ്? 5,000 ഇൻറ്റു 100 ദാറ്റ് ഇസ് ഈക്വൽ ടു 5 lakhs. അപ്പോൾ MV എത്രയായിട്ട് എഴുതാം? 5 lakhs ആയിട്ട് എഴുതാം. ദെൻ അടുത്ത എന്താണ് നമ്മൾ എഴുതേണ്ടത്? NP ആണ് എഴുതേണ്ടത്. NP എന്ന് വെച്ചാൽ നെറ്റ് പ്രൊസീഡ്സ്. എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നത് എത്ര പെർസെൻറ്റേജ്? 5% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഡിസ്കൗണ്ടിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5 lakhs മൈനസ് 5 lakhsൻ്റെ 5%. 5 lakhs എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ടോട്ടൽ വാല്യൂ, അതായത് 5,000ഉം 100ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ട് ആണ് 5 lakhs. അതിൽ നിന്ന് 5 lakhsൻ്റെ 5%, ഡിസ്കൗണ്ട് 5% ആയതുകൊണ്ട് നമ്മൾ 5% ലെസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4,75,000 കിട്ടും.
ദെൻ ആ 4,75,000 എന്ത് കുറയ്ക്കണം? ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. ഇവിടെ അണ്ടർ റൈറ്റേഴ്സ് കമ്മീഷൻ ഉണ്ട്, അത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് തന്നെയാണ് 25,000. അപ്പോൾ ആ 4,75,000 നിന്ന് എന്ത് കുറയ്ക്കുക? 25,000 കുറച്ചാൽ ബാക്കി നമുക്ക് എത്ര കിട്ടും? 4,50,000 കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ് അല്ലെങ്കിൽ NP ആയിട്ട് വരിക 4,50,000. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് കിട്ടി. ആദ്യം ഡിസ്കൗണ്ട് കുറച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കുറച്ചു? ഫ്ലോട്ടേഷൻ കോസ്റ്റും കുറച്ച് നമ്മൾ NP കണ്ടുപിടിച്ചു. അടുത്ത എന്താണ്? ടാക്സ് റേറ്റ് ഉണ്ട്. എത്ര? 50% ആണ്. അത് ഡെസിമലായിട്ട് 0.5 നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ടേംസും കണ്ടുപിടിച്ച് നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം. എന്ന് പറഞ്ഞാൽ 60,000 ഇൻറ്റു 1 മൈനസ് 0.5 ടാക്സ് റേറ്റ് 0.5 പ്ലസ് 1/n എന്ന് പറയുന്നത് 5 ഇൻറ്റു MV 5 lakhs മൈനസ് NP 4,50,000 ഹോൾ ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു MV 5 lakhs പ്ലസ് NP 4,50,000 ഹോൾ ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 8.42 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? KD ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിച്ചാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, ഇതോടുകൂടി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കഴിയാണ്. നമ്മൾ കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തു. അപ്പോൾ ഒന്നും കൂടി ഞാൻ റിവൈസ് ചെയ്യാനായിട്ട് പറഞ്ഞു തരാം. റെഡീമബിൾ ആണോ ഇറെഡീമബിൾ ആണോ എന്ന് നോക്കുക. എങ്ങനെയാണ് തിരിച്ചറിയുക? നമുക്ക് ഇയർ തന്നിട്ടുണ്ടെങ്കിൽ അത് റെഡീമബിൾ, തന്നിട്ടില്ലെങ്കിൽ ഇറെഡീമബിൾ ഡിബഞ്ചേഴ്സ് ആയിരിക്കും. എന്നിട്ട് അത് അതിൻ്റെ ഇക്വേഷൻസ് യൂസ് ചെയ്യുക. ടാക്സ് തന്നിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ബിഫോർ ടാക്സ് കണ്ടുപിടിക്കുക. പിന്നെ നമുക്ക് ആകെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. റെഡീമബിൾ ആണെങ്കിൽ MVയും NPയും കണ്ടുപിടിക്കണം. അത് കറക്റ്റ് ആക്കിയാൽ നമുക്ക് പ്രോബ്ലം ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇറെഡീമബിളിൽ എന്ത് വരില്ല? MV വരില്ല, ആകെ NP മാത്രമേ വരുള്ളൂ. അത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. NP കാണുമ്പോൾ ആദ്യം ഡിസ്കൗണ്ട് ആണോ അല്ലെങ്കിൽ പ്രീമിയം അങ്ങനെ വല്ലതുണ്ടോ നോക്കുക. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ അതും ലെസ് ചെയ്യണം. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫേസ് വാല്യൂൻ്റെ മുകളിൽ. ദെൻ ഫ്ലോട്ടേഷൻ കോസ്റ്റ് പെർസെൻറ്റേജ് ആയിട്ടാണ് തന്നതെന്ന് വെച്ചാൽ അത് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വല്ല ഡിസ്കൗണ്ടോ പ്രീമിയമോ വല്ലതുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടിൻ്റെ മുകളിലാണ് ആ പെർസെൻറ്റേജ് വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ട് വരിക. ഇത്ര കാര്യങ്ങളാണ് ആകെ ശ്രദ്ധിക്കാനുള്ളത്. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നമുക്കിത് ഈ പ്രോബ്ലം ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കഴിഞ്ഞു. കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൽ 2 സബിൽ 2 സെപ്പറേറ്റ് ഇക്വേഷൻസ് അങ്ങനെയായിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ ഒന്നാമത്തെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തേക്ക് കടക്കാം. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തം 4 പഠിക്കേണ്ടത്. അതിൽ സെക്കൻഡ് 1 ആണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ. ഷോർട്ടായിട്ട് എന്ന് പറയാറുണ്ട്. നമ്മൾ KD എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതിനെന്ന് വിളിക്കും? KP എന്ന് വിളിക്കും. പ്രിഫറൻസ് ഷെയർസ് ക്യാരി എ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. നമുക്കറിയാം പ്രിഫറൻസ് ഷെയർസിന് എപ്പോഴും ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് ഉണ്ടാവുക. വാരിയബിൾ അല്ല, ഫിക്സഡ് ആയിരിക്കും. ഇറ്റ് ഈസ് പെയ്ഡ് ബിഫോർ ഇക്വിറ്റി ഡിവിഡൻഡ് ഈസ് പെയ്ഡ്. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ എന്ത് കൊടുത്തിരിക്കണം? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻഡ് കൊടുത്തിരിക്കണം. അത് പക്ഷേ ഡിബഞ്ചർ ഹോൾഡേഴ്സിനുള്ള ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതാണ് അതിൻ്റെ ഓർഡർ. ആദ്യം നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുക, പിന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക, ബാലൻസ് ഉണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക. ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് ഡിറ്റർമൈൻഡ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ. ഇതിനകത്ത് ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? അത് ഫിക്സഡ് ആണെന്ന് പറഞ്ഞു. ആ ഫിക്സഡ് റേറ്റ് എത്രയാണെന്നുള്ളത് ഈ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഫിക്സ് ചെയ്യണം. അതായത് നമുക്ക് കണ്ടിട്ടുണ്ട് 12% പ്രിഫറൻസ് ഷെയർ, 8% പ്രിഫറൻസ് ഷെയർസ്, അങ്ങനെ കൃത്യമായിട്ടൊരു ഫിക്സഡ് റേറ്റ് ഉണ്ടാവും. ദാറ്റ് ഷുഡ് ബി ഫിക്സഡ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ. നമ്മൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ എത്രയാണ് ഡിവിഡൻഡ് റേറ്റ് എന്ന് നമ്മൾ ഫിക്സ് ചെയ്യണം. The cost of preference capital is the dividend expected by the preference shareholders. അതാണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റലിൻ്റെ മീനിങ് ആയിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് ബൈ ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. നമ്മളൊരു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ, സപ്പോസ് ഞാനിപ്പോൾ ഒരു കമ്പനി നിങ്ങളെ എൻ്റെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡിവിഡൻഡിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ. ഞാൻ കമ്പനി, നിങ്ങളാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഞാൻ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയേക്കാണ്. അപ്പോൾ അതിന് പകരം നിങ്ങൾ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യും. ആ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻഡ്. ആ ഡിവിഡൻഡിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് ബൈ ദി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കുള്ള കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. ആദ്യത്തെ 3 പോയിന്റ് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ്. മീനിങ് ആ 4th പോയിന്റ് ആണ്. അതാണ് നിങ്ങൾ മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടത്. എന്താണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റലിൻ്റെ മീനിങ് എന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ.
ഇനി അധികം തിയറി ഇല്ല, നമുക്ക് നേരെ എന്തിലേക്ക് പോവാം, ഇക്വേഷനിലേക്ക് പോവാം. നമ്മൾ നേരത്തെ ഡിബഞ്ചർ പഠിച്ച പോലെ തന്നെ ഇതിനും രണ്ട് സബ് ഹെഡ്സ് ആയിട്ട് നമ്മൾ പഠിക്കണം. ഫസ്റ്റ് വൺ കോസ്റ്റ് ഓഫ് ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. നമ്മൾ ഡിബഞ്ചർ പറഞ്ഞോളം തന്നെ ഇതിലും രണ്ട് ടൈപ്പ് വരും, ഇർറിഡീമബിളും വരും റിഡീമബിളും വരും. ഇർറിഡീമബിൾ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, അത് തിരിച്ചു കൊടുക്കണ്ട, എപ്പോൾ തിരിച്ചു കൊടുത്താൽ മതി, നമ്മൾ ബിസിനസ് വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് തിരിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ മീനിങ് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്, അത് തന്നെ ഇവിടെ എഴുതി വെച്ചാൽ മതി കേട്ടോ. അവിടെ ഡിബഞ്ചർ എന്ന് ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ എന്ത് ഉപയോഗിച്ചാൽ മതി, പ്രിഫറൻസ് ഷെയർസ് ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എന്താണ് ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നമ്മൾ അവിടെ ഡിബഞ്ചറിന് പഠിച്ചിട്ടുണ്ട്, അതേ സെയിം മീനിങ് തന്നെയാണ് ഇവിടെയും വരിക. ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് എ കമ്പനി ഇറ്റ് കനോട്ട് റീപേ, നമ്മളത് തിരിച്ചു കൊടുക്കില്ല. എന്നാണോ നമ്മുടെ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ എമൗണ്ട് തിരിച്ചു കൊടുക്കുള്ളൂ. അങ്ങനത്തെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ഇതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്ക് പഠിക്കാം. ഒരു വിഷമമില്ല, നമ്മൾ KDക്ക് എന്താ ചെയ്തിരുന്നത്, I/NP/100 ആണ് ചെയ്തിരുന്നത്. ഇവിടെ I അല്ല, I എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരുന്നു, ഇൻട്രസ്റ്റ് ആണ്. അത് ഡിബഞ്ചർ ആയതുകൊണ്ട് നമ്മൾ ഡിബഞ്ചറിന് എന്താ കൊടുക്കേണ്ടത്, ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. ഇവിടെ എന്താണ്, ക്യാപിറ്റലാണ്. ക്യാപിറ്റലിന് എന്താ കൊടുക്കേണ്ടത്, ഡിവിഡൻഡ്. അപ്പോൾ അവിടെ I ഉപയോഗിച്ചതിന് പകരം ഇവിടെ എന്ത് ഉപയോഗിച്ചാൽ മതി, D എന്ന് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷനായി. പക്ഷേ ഇത് നമുക്ക് രണ്ട് ക്യാപിറ്റൽ ഉണ്ട്, ഇക്വിറ്റി ക്യാപിറ്റലും ഉണ്ട്, പ്രിഫറൻസ് ക്യാപിറ്റലും ഉണ്ട്. അപ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് DP എന്ന് എഴുതും. P സ്റ്റാൻഡ്സ് ഫോർ പ്രിഫറൻസ് ഷെയർ. ഞാൻ അടുത്തത് നമ്മൾ ഇക്വിറ്റി പഠിക്കുമ്പോൾ അത് തെറ്റെഴുതും. ഒരു പ്രോബ്ലത്തിന് രണ്ടും വരും, DPയും വരും, കോസ്റ്റ് ഓഫ് ഡിവിഡൻഡ് ഓഫ് പ്രിഫറൻസ് ഷെയറും വരും, ഡിവിഡൻഡ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലും വരും. അപ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് Dയുടെ അപ്പുറത്ത് നിന്നുകൂടി എഴുതണം, P എന്ന് എഴുതണം. അതിൻ്റെ അർത്ഥം എന്താണ്, പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ അതാണ്, KP = DP / NP/100. NP നമ്മുടെ പണ്ടത്തെ പോലെ തന്നെ ഏതാണ്, നെറ്റ് പ്രൊസീഡ്സ് ആണ്. ഇഷ്യൂ ചെയ്തിട്ട് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് കമ്പനിക്ക് ആക്ച്വൽ ആയിട്ട് എത്ര എമൗണ്ട് വന്നു അതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രൊസീഡ്സ്. നമ്മൾ ഡിബഞ്ചറിൽ പഠിച്ച എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഇവിടെയും ബാധകമാണ്. അതായത് അത് വേണമെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടിലാവാം അല്ലെങ്കിൽ പ്രീമിയത്തിലാവാം, അത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം. അതുപോലെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് NP, ദാറ്റ് ഈസ് നെറ്റ് പ്രൊസീഡ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് KP കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, DP / NP/100. നേരത്തെ പഠിച്ച ഇക്വേഷനിൽ Iക്ക് പകരം എന്തെന്ന് ഉപയോഗിക്കുക, DP ഉപയോഗിക്കാം. അവിടെ എങ്ങനെയാണോ I കാൽക്കുലേറ്റ് ചെയ്ത് അതുപോലെ തന്നെയാണ് ഇവിടെയും DP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫേസ് വാല്യൂവിൻ്റെ മുകളിലെ ഫിക്സഡ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, അത് എളുപ്പമാണ്. അപ്പോൾ ഇത്രയ്ക്കാണ്, സിമ്പിളാണ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് പഠിച്ചാൽ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ സിമ്പിളാണ്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, അവിടെ നമ്മൾ ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും കണ്ടുപിടിച്ചിരുന്നു. ഏതിലെ, കോസ്റ്റ് ഓഫ് ഡിബഞ്ചറിൽ ബിഫോർ ടാക്സും ഉണ്ടായിരുന്നു, ആഫ്റ്റർ ടാക്സും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, കാരണം ഡിബഞ്ചറിന് മാത്രമേ ടാക്സ് ബെനിഫിറ്റ് ഉള്ളൂ, പ്രിഫറൻസ് ഷെയറിന് ടാക്സ് ബെനിഫിറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ബിഫോർ ടാക്സോ ആഫ്റ്റർ ടാക്സോ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ചൊരു ഉപകാരമൊന്നുമില്ല. അതുകൊണ്ട് അത് അങ്ങനെ സെപ്പറേറ്റ് ഇക്വേഷൻസ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ആകെ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി, DP / NP/100. അതിൽ DP പ്രിഫറൻസ് ഡിവിഡൻഡ്, NP നെറ്റ് പ്രൊസീഡ്സ്. ഓക്കെ, ക്ലിയർ? നമുക്കൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ കമ്പനി സോൾഡ് 10% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 each. കാൽക്കുലേറ്റ് KP if it is issued at par. 3 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. അറ്റ് പാർ, അറ്റ് പ്രീമിയം ഓഫ് 10%, അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 10%. ഓക്കെ, അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. ഒരു കമ്പനി എത്രയാ 10,000 പ്രിഫറൻസ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. ഒരു പ്രിഫറൻസ് ഷെയറിന് ₹100 വെച്ച്. അതിൻ്റെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 10% ആണ്. KP കണ്ടുപിടിക്കണം. അപ്പോൾ 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യാം. ആദ്യം എന്തിന് ചെയ്യാം, അറ്റ് പാറിൽ ചെയ്യാം. അപ്പോൾ സബ് എ എന്ന് പറഞ്ഞിട്ട് അറ്റ് പാറിന് എഴുതാം. ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചത് എഴുതാം. KP = DP / NP/100. അതിൽ DP എത്രയാണ്, DP എങ്ങനെ കണ്ടുപിടിക്കുക, നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിന് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെന്ന് തന്നെ ഫേസ് വാല്യൂൻ്റെ മുകളിൽ എത്ര ഷെയർസ് ആണുള്ളത്, 10,000 ഷെയർസ്. ഒരു ഷെയറിന് ₹100 വെച്ച്. അപ്പോൾ 10,000 × 100 എത്രയാണ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്, 10% × 10%, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 lakh. അപ്പോൾ DP എത്രയാണ്, 10,000 × 100 × 10%, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 lakh. ഞാൻ അടുത്ത എന്താണ്, NP എന്ന് പറഞ്ഞാൽ എന്താണ്, നെറ്റ് പ്രൊസീഡ്സ് ഇഷ്യൂ ചെയ്തിട്ട് അവർക്ക് കിട്ടിയത്. നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, അറ്റ് പാറിലാണ് ഇഷ്യൂ ചെയ്തേക്കുന്നതാണ് ക്വസ്റ്റ്യൻ. സബ് ക്വസ്റ്റ്യൻ 1. അപ്പോൾ അറ്റ് പാറാണെങ്കിൽ ഫേസ് വാല്യൂ തന്നെ. ഫേസ് വാല്യൂ എത്രയാണ്, 10,000 × 100 ആയ 10 lakh തന്നെയാണ്. അപ്പോൾ NP =
10 lakh. ഓക്കെ, അപ്പോൾ ഡി പിയും കിട്ടി എൻ പിയും കിട്ടി. ഡി പി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ കണ്ടുപിടിക്കുക. എൻ പിയും അവിടെ നമ്മൾ എൻ പി കണ്ടുപിടിക്കണം തന്നെ. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നും തന്നിട്ടില്ല, അപ്പോൾ നമുക്ക് ലെസ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ നമ്മളത് രണ്ടും കണ്ടുപിടിച്ചു. നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. ഇക്വേഷനിൽ കൊടുക്കുക. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഡി പി ആയ 1 lakh ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടി? 10% തന്നെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടി. കാരണം പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല, ടാക്സ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് 10% തന്നെയാണ് എന്തായിട്ട് കിട്ടുക. ടു പാർലായതുകൊണ്ട് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് 10% തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് സബ് ക്വസ്റ്റ്യൻ 1 കഴിഞ്ഞു. ദെൻ സബ് ക്വസ്റ്റ്യൻ 2 ചെയ്യാം. അറ്റ് എ പ്രീമിയം ഓഫ് 10%. നമ്മൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത് വെച്ചാൽ പ്രീമിയം റേറ്റ് 10% ആണ്. നമ്മൾ ഇക്വേഷൻ എഴുതുക. കെ പി ഇസ് ഈക്വൽ ടു ഡി പി ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100. ഡി പിക്ക് യാതൊരു വ്യത്യാസവും വരില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ എപ്പോഴും ഡിവിഡൻഡ് കൊടുക്കുന്നത് ഫേസ് വാല്യൂൻ്റെ മുകളിലാണ്. ഡിസ്കൗണ്ട് ആണ്, പ്രീമിയം ആണ്, അതൊന്നും അതിനെ ബാധിക്കില്ല. അപ്പോൾ നേരത്തെ ഡി പി തന്നെയാണ് ഇവിടെയും വരിക. ദാറ്റ് ഈസ് 10,000 ഇൻറ്റു 100 ഇൻറ്റു 10%. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 lakh. ഡി പി ഇസ് ഈക്വൽ ടു 1 lakh കിട്ടി. നമുക്ക് എൻ പി കണ്ടുപിടിക്കണം. എങ്ങനെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്? പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. പ്രീമിയം എത്ര പെർസെൻറ്റേജ് ആണ്? 10% പ്രീമിയത്തിൽ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? എത്രയാണ് ഫേസ് വാല്യൂ? 10,000 ഇൻറ്റു 100 10 lakh പ്ലസ് 10 lakhൻ്റെ 10%. 10 lakh എന്ന് പറയുന്നത് 10 lakhൻ്റെ 10% 10 lakhനോട് കൂടി ആഡ് ചെയ്യുക, പ്രീമിയം ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 11 lakh കിട്ടി. ഓക്കെ, അപ്പോൾ എൻ പി എത്രയാണ്? 11 lakhs ആണ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നുമില്ല, ആകെ പ്രീമിയം മാത്രം അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാൽ മതി. അപ്പോൾ നമുക്ക് എൻ പി 11 lakhs കിട്ടി. നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. ഡി പി 1 lakh ഡിവൈഡഡ് ബൈ എൻ പി 11 lakh ഇൻറ്റു 100. ദാറ്റ് ഇസ് ഈക്വൽ ടു 9.09% ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? കെ പി ആയിട്ട് കിട്ടുക. പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് എന്താണ്? 9.09% ആൻസർ കിട്ടും. ഓക്കെ, ഇനി സബ് ക്വസ്റ്റ്യൻ 3 എന്താണ്? അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 10%. നമ്മൾ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത് വെച്ചാൽ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. അപ്പോൾ എന്താ വരാൻ നോക്കാം. നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതാം. കെ പി ഇസ് ഈക്വൽ ടു ഡി പി ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100. ഡി പിക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ എത്ര തന്നെയാണ്? 10,000 ഇൻറ്റു 100 ഇൻറ്റു 10%. എത്ര കിട്ടും? 1 lakh ആൻസർ കിട്ടും. എൻ പിയിലാണ് വ്യത്യാസം വരിക. ഇത് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഡിസ്കൗണ്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. 10 lakhs മൈനസ് 10 lakhൻ്റെ എത്രയാണ് ഡിസ്കൗണ്ടിൻ്റെ പെർസെൻറ്റേജ്? 10% ആണ്. 10 lakhsൽ നിന്ന് 10 lakhsൻ്റെ 10% കണ്ടിട്ട് ലെസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എൻ പി എത്ര കിട്ടും? 9 lakhs കിട്ടും. ഓക്കെ, വേറെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ അത് 9 lakhs തന്നെയാണ്. ഡിസ്കൗണ്ട് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത എമൗണ്ട് ആയ 9 lakhs ആണ് നമ്മുടെ എൻ പി ആയിട്ട് വരിക. ഇനി ഇക്വേഷനിൽ കൊടുക്കുക. 1 lakh ഡിവൈഡഡ് ബൈ 9 lakh ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക? 11.11% ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? നമ്മുടെ കെ പി ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞു നമുക്ക് കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ പഠിച്ചു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് വളരെ എളുപ്പമാണ്. ഈസി ആയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. ഡിസ്കൗണ്ട് ആണോ പ്രീമിയം ആണോ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുക. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ലെസ്സയും ചെയ്യും. അത്രയ്ക്കുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരിക. ഓക്കെ, അതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കാം. എ കമ്പനി ഇഷ്യൂസ് 20,000 5% preference shares of ₹100 each. Cost of issue is ₹2 per share. Calculate KP if it is issued at par at a premium of 10% at a discount of 5%. നേരത്തെ അതേ പാറ്റേൺ തന്നെയാണ്. ഒരു വ്യത്യാസം മാത്രം. നേരത്തെ എന്തുണ്ടായിരുന്നില്ല? ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇതിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് കോസ്റ്റ് ഓഫ് ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇഷ്യൂ ചെയ്യുവാൻ നമുക്ക് വന്ന കോസ്റ്റ്, അത് തന്നെയാണ് എന്ത് കോസ്റ്റ് എന്ന് പറയുന്നത്? ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അത് എത്രയാണ് വന്നിരിക്കുന്നത്? ഒരു ഷെയറിന് 2 രൂപ വെച്ച്. എത്ര മൊത്തം ഷെയറുകളുണ്ട്? 20,000 ഷെയർസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു ഷെയറിന് 2 രൂപയാണെങ്കിൽ നമ്മൾ എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്? 20,000 ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയായിരിക്കും ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരിക? 20,000 ഇൻറ്റു 2 40,000 ആണ് നമുക്ക് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആയിട്ട് വരിക. ഇതിലും 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അറ്റ് പാർ, അറ്റ് പ്രീമിയം, അറ്റ് ഡിസ്കൗണ്ട്. നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ആദ്യം സബ് എ എഴുതുക, അറ്റ് പാറിന് എഴുതുക, ഇക്വേഷൻ എഴുതാം. കെ പി ഇസ് ഈക്വൽ ടു ഡി പി ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100. ഡി പി കണ്ടുപിടിക്കാം. എത്രയാണ് ഫേസ് വാല്യൂ? നമ്പറും തന്നിട്ടുണ്ട്, പെർ ഷെയർ വാല്യൂം തന്നിട്ടുണ്ട്. അപ്പോൾ 20,000 ഇൻറ്റു 100 ഇൻറ്റു എത്രയാണ് ഡിവിഡൻഡ് റേറ്റ്? 5%. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 1 lakhs ആണ് നമുക്കതിൻ്റെ ഡിവിഡൻഡ് ആയിട്ട് കിട്ടുക. 20,000 ഇൻറ്റു 100 ഇൻറ്റു 5% നമുക്ക് 1 lakh കിട്ടി.
ദെൻ എൻ പിയിൽ എന്താണ് അറ്റ് പാറിലാണ് ഇഷ്യൂ നടത്തുന്നതാണ്, അതാണ് സബ് ക്വസ്റ്റ്യൻ എ. അപ്പോൾ അറ്റ് പാറിലാണ്, അപ്പോൾ നമുക്ക് വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. പക്ഷേ എന്തുണ്ട്, ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട്, അത് നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ ഫേസ് വാല്യൂ എത്രയാണ്, 20,000 മൈനസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എത്രയാണ് നേരത്തെ പറഞ്ഞു, ഒരു ഷെയറിന് 2 രൂപ വെച്ച്. എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു, 20,000 ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ 20,000 ഇൻറ്റു 2. അപ്പോൾ 20 lakhsൽ നിന്ന് 40,000 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും, 19,60,000 കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ എന്തായിട്ട് വരിക, NP ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേറെ ഒന്നുമില്ല, ഫ്ലോട്ടേഷൻ കോസ്റ്റ് മാത്രമേ ഉള്ളൂ. അത് കുറച്ചിട്ട് നമ്മൾ NP കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം, DP 1 lakh ഡിവൈഡഡ് ബൈ NP 19,60,000 ഇൻറ്റു 100. നമുക്ക് എത്ര കിട്ടും, 5.10% ആണ് നമുക്ക് KP ആയിട്ട് കിട്ടുക. അപ്പോൾ അറ്റു പാറിലാണെങ്കിൽ നമ്മൾ KP കണ്ടുപിടിച്ചു. സബ് ക്വസ്റ്റ്യൻ എ കഴിഞ്ഞു. ഇനി നമുക്ക് സബ് ക്വസ്റ്റ്യൻ ബി ചെയ്യാം. എന്താണ്, അറ്റ് എ പ്രീമിയം ഓഫ് 10%. നമ്മൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ എന്താ വരാൻ നോക്കാം. ആദ്യം ഇക്വേഷൻ എഴുതാം, KP = DP ഡിവൈഡഡ് ബൈ NP ഇൻറ്റു 100. DPക്ക് യാതൊരു വ്യത്യാസവും ഇല്ല, നേരത്തെ അതേ എമൗണ്ട് തന്നെ വരും. അതായത് 20,000 ഇൻറ്റു 100 ഇൻറ്റു 5%, ദാറ്റ് ഇസ് ഈക്വൽ ടു 1 lakh. നമുക്ക് ആൻസർ കിട്ടി. ദെൻ NP കണ്ടുപിടിക്കണം. NPയിൽ ശ്രദ്ധിക്കണം, ഡിസ്കൗണ്ട് എന്താ, നമ്മുടെ സബ് ക്വസ്റ്റ്യൻ പ്രീമിയത്തിലാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, പ്രീമിയം ആഡ് ചെയ്യണം. 20 lakhs പ്ലസ് 20 lakhsൻ്റെ പ്രീമിയം റേറ്റ് ആയ 10%. 20 lakhs എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് വാല്യൂ 20 lakhs ആണ്. 20,000 ഷെയർസ് 100 രൂപ വെച്ച്. അപ്പോൾ നമുക്ക് 20 lakhs കിട്ടി. അതിനോട് കൂടി അതിൻ്റെ 10% ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 22 lakhs കിട്ടും. ഇനി നമുക്ക് എന്ത് വേണം, ഡിസ്കൗണ്ട് പ്രീമിയത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. അടുത്ത എന്താണ്, ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട്, അത് നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ 22 lakhs മൈനസ് 20,000 ഇൻറ്റു 2. ഒരു ഷെയറിന് 2 രൂപ വെച്ച്. നമ്മൾ ആകെ ഇഷ്യൂ ചെയ്തേക്കുന്ന നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 20,000 ആണ്. അപ്പോൾ 22 lakhs മൈനസ് 20,000 ഇൻറ്റു 2. അപ്പോൾ 22 lakhsൽ നിന്ന് 40,000 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും, 21,60,000 നമുക്ക് NP ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പ്രീമിയത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി, അത് കഴിഞ്ഞിട്ട് ഫ്ലോട്ടേഷൻ കോസ്റ്റിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി നമ്മൾ NP കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം, DP ആയ 1 lakh ഡിവൈഡഡ് ബൈ NP ആയ 21,60,000 ഹോൾ ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 4.63, അതായത് 4.629 ആണ് കിട്ടുക. ഇത് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ എത്രയാക്കി, 4.63% ആയിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ അറ്റ് പ്രീമിയം ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും, 4.63 കിട്ടും. ക്ലിയർ? ഇനി നമുക്ക് സബ് ക്വസ്റ്റ്യൻ സി ആൻസർ ചെയ്യാം. അതായത് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് ഡിസ്കൗണ്ടിലാണ്. ഡിസ്കൗണ്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 5% ആണെങ്കിൽ എന്താണ് KP വരാൻ നോക്കാം. ഇക്വേഷൻ എഴുതുക, KP = DP ഡിവൈഡഡ് ബൈ NP ഇൻറ്റു 100. DP എത്രയാണ്, നേരത്തെ അതേ എമൗണ്ട് തന്നെ, 20,000 ഇൻറ്റു 100 ഇൻറ്റു 5%, ദാറ്റ് ഇസ് ഈക്വൽ ടു 1 lakh. NP നമുക്ക് കണ്ടുപിടിക്കണം. എന്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അത് നമ്മൾ ഫേസ് വാല്യൂയിൽ നിന്നും അത് കുറയ്ക്കണം, ആ പെർസെൻറ്റേജ് കുറയ്ക്കണം. ഫേസ് വാല്യൂ എത്രയാണ്, 20 lakhs മൈനസ് 20 lakhsൻ്റെ 5% ലെസ് ചെയ്യുക. ഡിസ്കൗണ്ട് റേറ്റ് 5% ആയിട്ട് തെറ്റിക്കരുത്. നേരത്തെ 10% ആയിരുന്നു, ഇതിൽ 5% ഉള്ളൂ. അപ്പോൾ 20 lakhs മൈനസ് 20 lakhsൻ്റെ 5% ലെസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 19 lakhs കിട്ടും. ഇനി നമ്മളപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. അടുത്ത നമ്മൾ എന്ത് ലെസ് ചെയ്യണം, ഫ്ലോട്ടേഷൻ കോസ്റ്റ് ലെസ് ചെയ്യണം. അപ്പോൾ 90 lakhs മൈനസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒരു ഷെയറിന് 2 രൂപ വെച്ച്. അപ്പോൾ 20,000 ഇൻറ്റു 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 18,60,000 ആണ് നമ്മുടെ NP ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള DPയും കണ്ടുപിടിച്ച് കഴിഞ്ഞു, NPയും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക, DP 1 lakhs ഡിവൈഡഡ് ബൈ NP 18,60,000 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 5.38% കിട്ടും. അതായത് 5.376 ആണ് നമുക്ക് കിട്ടുക. അത് നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 5.38% കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് 3 സബ് ക്വസ്റ്റ്യൻ്റെയും ആൻസർ. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, അറ്റ് പാറിനേക്കാൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കൂടുതലായിരിക്കും ഏതിന്, ഡിസ്കൗണ്ടിലാണെങ്കിൽ. അറ്റ് പാറിനേക്കാൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കുറവായിരിക്കും. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് അല്ല, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ. ഡെപ്റ്റിലും അങ്ങനെ തന്നെയായിട്ട് വരിക. കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ കുറവായിരിക്കും പ്രീമിയത്തിലാകുമ്പോൾ. അതും ജസ്റ്റ് പ്രത്യേകിച്ച് കമ്പാരിസൻ്റെ ആവശ്യമില്ല, ഒന്നും അറിയാൻ വേണ്ടി മാത്രം. അറ്റ് പാറിനേക്കാൾ കുറവായിരിക്കും അറ്റ് പ്രീമിയത്തിൽ, അറ്റ് പാറിനേക്കാൾ കൂടുതലായിരിക്കും അറ്റ് ഡിസ്കൗണ്ടിൽ നമ്മുടെ കോസ്റ്റുകൾ വരിക. ഈവൻ ഇറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണെങ്കിലും കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ആണെങ്കിലും ഇങ്ങനെയാണ് വരിക.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രിഫറൻസിൻ്റെ ഓരോന്നും ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരിക ഇൻ ദ കേസ് ഓഫ് ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കുമ്പോൾ ഒരു മെച്യൂരിറ്റി ഡേറ്റ് ഒന്നും പറയണില്ല. എൻ്റെ അർത്ഥം എന്താണ്? ഈ പ്രിഫറൻസ് ഷെയറുകളൊക്കെ എന്താണ്? ഇർറിഡീമബിൾ ആണ്, ഇപ്പോഴൊന്നും തിരിച്ചു കൊടുക്കണ്ട, എന്നാണോ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യേണ്ടത് അപ്പോൾ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ KP ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.